അങ്ങയുടെ മക്കളുടെ എല്ലാ വ്യാപാരങ്ങളെയും സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ ജോലികളെയും സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താഗതികൾ, ഇന്നത്തെ സംസാരങ്ങൾ, ഇന്ന് സംഭവിക്കാനുള്ള വിഷയങ്ങൾ, ഇന്ന് തീരുമാനമെടുക്കാനുള്ള തീരുമാനങ്ങൾ പരിശുദ്ധമ്മ ദൈവം അതിനേൽപ്പിക്കുന്നു. ആശുപത്രിയിൽ കിടക്കരോഗിയിൽപ്പെട്ടിരിക്കുന്നവരും ഉണങ്ങാത്ത പരുവ് കരിഞ്ഞു പോണതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. ആ രോഗികൾക്കെല്ലാം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഉണങ്ങാത്ത പരുവുകൾ, വർഷങ്ങളും മാസങ്ങളുമായി ഉണങ്ങാതിരിക്കുന്ന പരുവുകൾ കരിഞ്ഞു പോകുന്നത് കർത്താവ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുട്ടിൻ്റെ പരുക്കൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അസ്ഥിക്ഷയങ്ങൾ, അസ്ഥിയുടെ ബലക്ഷയങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് ശരീരത്തിൽ കർത്താവ് ചൂട് കൂടുന്നതിന് മൂലകാരണങ്ങളുണ്ടാകുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളെ മുഴുവനായി ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ തിരുമുറുവാടുന്ന വലതുകരം, ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം, അങ്ങനെ ശരീരം മൊത്തത്തിൽ ചൂടാകുന്ന വ്യക്തികൾ, മൊത്തത്തിൽ രക്തം ചൂടാകുന്ന വ്യക്തികൾ, കോശങ്ങൾ ചൂടാകുന്ന വ്യക്തികൾ, ആകപ്പാട് ചൂട് കൊണ്ട് ഉറക്കമില്ലാത്ത വ്യക്തികൾ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, മറ്റു രോഗങ്ങളിലെല്ലാം ആധിക്യമുള്ളവർ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്ത സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്നു. പരിശ്രമിച്ചിട്ടും പേർത്തും കർത്താവെ അങ്ങനെ അവരുടെ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ, അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ ഉദ്യമങ്ങൾ, ഓരോ പരീക്ഷകൾ, ഓരോ ഇൻ്റർവ്യൂകൾ അവരെ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും, അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, അതുതന്നെ പാർപ്പിടം, അതിൻ്റെ കേടുപാടുകൾ, അതുമൂലം ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ, വീടുള്ളതും ഇല്ലാത്തതും ഒരുപോലെ ആകുന്ന രീതിയിലുള്ള ചോർച്ചകൾ, അതിന് റിപ്പയർ ചെയ്യാൻ മാർഗമില്ലാത്തവർ, അതിന് ചെയ്യാതെ കഴിഞ്ഞാൽ ഭാഗോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ ആർക്കും തറവാടിനോട് താല്പര്യമില്ലാത്തവൻ്റെ പേരിൽ ആരും കാശ് മുടക്കാതെ ഇട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തറവാടുകൾ, അത് താമസിക്കുന്നതിന് വരുന്ന മക്കൾ, അവരുടെ മാനസിക അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, മാനസികമായിട്ട് ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, സാമ്പത്തികമായി ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ ആശ്രയിക്കപ്പെടട്ടെ. അങ്ങയുടെ മക്കളുടെ എല്ലാ വ്യാപാരങ്ങളെയും സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ ജോലികളെയും സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു.